ഹലോ ഗൈസ് വാട്സപ്പ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയ ഗെയിമിംഗ് വീഡിയോയിലേക്ക് കാണാം. നമ്മളിന്നും BGM ആണ് ഗൈസ് കളിക്കുന്നത്. ജൻഷൻ ഇമ്പാക്റ്റ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മൾ 64 GB ഫോണിലാണ് ഗൈസ് കളിക്കുന്നത്. ഇത് ലാസ്റ്റത്തെ നമ്മുടെ ഗെയിം പ്ലേ ആണ് ഗൈസ്. ഇത് നമ്മൾ കിടിലൻ ഗെയിം പ്ലേ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ 64 GB ഫോണാണ് ഗൈസ്, ഐഫോണാണ്. പക്ഷേ 8 ആണ് ഗൈസ്, 8 ആണ് മോഡൽ. ഈ 64 GB എല്ലാം കളഞ്ഞു കേസ്, ഞാൻ കംപ്ലീറ്റ് കളഞ്ഞ്. BGMI കളയാതിരിക്കാൻ നോക്കി കേസ്. പക്ഷേ ജൻഷൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഗെയിം 34 GB ആണ് കേസ് ഡാറ്റ വരുന്നത്. ഫോൺ ഓടും കേസ്, ഓടും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ലാഗ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ എന്നാലും കളിച്ചിടും കേസ്. ഈ BGMI എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ BGMI 7 GB ആണ് കേസ് ഡാറ്റ വന്നത്. 25 GB ആണെന്ന് തോന്നുന്നു, ഞാൻ ഫുള്ള് കയറ്റിയിട്ടില്ല. അപ്പോൾ ഈ 7 GB വരുന്നത് കൊണ്ട് നമ്മുടെ BGMI കളിക്കാൻ അൺഇൻസ്റ്റാൾ ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ഫോൺ നിറയും. പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് BGMIയും എല്ലാ സാധനവും എടുത്ത് കളഞ്ഞു ഗൈസ്. ഫോട്ടോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ക്ലൗഡിലോട്ട് കയറ്റി. കുറച്ച് ലാഗ് ഉണ്ടാവും ഗൈസ്, അത് ഒന്ന് ക്ഷമിക്കുക, ഞാൻ പറയാം. അപ്പോൾ എല്ലാം ഞാൻ ക്ലൗഡിലോട്ട് കയറ്റി, ഫോട്ടോസ് എല്ലാം ക്ലൗഡിലോട്ട് കയറ്റി, എല്ലാ സംഭവങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഫോണിൽ നിന്ന്. ഇനി ആ സംഭവം കയറ്റിയിട്ടുണ്ട് ഗൈസ്, പകുതിയോളം ഞാൻ കയറ്റി ഗൈസ്. ഈ ജൻഷൻ ഇമ്പാക്റ്റ് പകുതിയോളം കയറ്റി, 30 GB കയറ്റി. ഇനി ഒരു 8 GB കൂടെ ഉണ്ട് ഗൈസ്, അതും കൂടെ കയറ്റണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ 8 GB കയറ്റി. ഇനി കയറ്റണമെങ്കിൽ ഗൈസ് പണിയാണ് ഗൈസ്. ഇനി കയറ്റണമെങ്കിൽ ഈ BGMI എടുത്ത് കളയണം ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗെയിം പ്ലേ ആണ് ഗൈസ് ഇത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. BGMI ലാസ്റ്റ് ഗെയിം പ്ലേ ആണ്. ഇനി നമ്മൾ ജൻഷൻ ഇമ്പാക്റ്റ് എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഗൈസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുത്തം വന്ന് ചാടിയിട്ടുണ്ട് ഗൈസ്. അവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്കൊരു തോക്കിട്ടുണ്ട് ഗൈസ്, നമുക്ക് വെടി വെച്ച് കളിക്കാം. അവിടെ ഒരുത്തുണ്ട്, അവനെ വെടി വെച്ച് കൊല്ലാൻ പറ്റുമോ? ഞാൻ അവനുണ്ടാവുന്ന വെച്ച് റഷ് ചെയ്ത് കയറിയ പണ്ടാരം. ഇപ്പൊ മൂഞ്ചി. അപ്പം മൂഞ്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് മറ്റേ ഈ ഗുദാമ, മറ്റേ എന്താ ആ സ്ഥലത്തേക്കാണ് ഗൈസ്. പിന്നെ BGMI ഒട്ടവും കുതിരയൊക്കെ ഉണ്ട്, അത് അടിപൊളി സംഭവമാണ്. ഫ്രീ ഫയറിലുണ്ട് ഗൈസ് കുതിര, അത് പ്രതിമ. അതവിടെ വെറുതെ നിൽക്കും, അതാണ് ഈ ഫ്രീ ഫയർ കുതിര. പക്ഷേ BGMI എങ്ങനെയല്ല ഗൈസ്. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ BGMI പൊളിയാണ്. ഫ്രീ ഫയറിൽ നിന്നും BGMIയിലായിട്ട് വന്നപ്പോഴാണ് ഗൈസ് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലായത്. അല്ലെങ്കിൽ ഫ്രീ ഫയർ തന്നെ കളിച്ച് എന്തോരം മടുത്തെന്നാ. ഫ്രീ ഫയർ കളിച്ചാൽ മടുത്തു ഗൈസ്. 2-4 വർഷം കളിച്ചിട്ടേ, 4 വർഷത്തെ പ്ലെയറാണ് ഞാൻ. എന്നിട്ട് എനിക്ക് വൺടാപ്പ് അടിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഞാൻ BGMIയിലോട്ട് കയറി. BGMI പിന്നെ കുറച്ചും കൂടെ കുഴപ്പമില്ല. ഫ്രീ ഫയർ ഞാൻ കളിച്ച് മടുത്തിട്ടാണ് BGMIയിലോട്ട് കയറിയത്. BGMI കുഴപ്പമില്ല. പക്ഷേ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഫ്രീ ഫയറല്ല BGMIയിൽ എനിക്ക് കളിക്കാൻ അറിയില്ല ഗൈസ് മര്യാദക്ക്. ഇപ്പം ഈ പ്രോ പ്ലേയേഴ്സ് കുറേ പേരുണ്ട്, നമ്മളൊക്കെ ഒന്നും അറിയാണ്ട് കയറിയവന്മാരാ. കളിച്ച് പഠിക്കണം ഗൈസ് ഇനി. അപ്പം ജൻഷൻ ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് വേണം BGMI ഒന്നുകൂടെ തുടങ്ങാൻ നമുക്ക്. ജൻഷൻ ഇമ്പാക്റ്റിൻ്റെ സീരീസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഗൈസ് ഉടനെ. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോ. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമ്മൾ നല്ല കിള്ളൻ ഗെയിം പ്ലേ ആയിട്ടായിരിക്കും ഗൈസ് വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ചാടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. UMP ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിനി താഴോട്ട് കാണാം. ഈ PUBG ഒക്കെ സ്ട്രീം ചെയ്യുന്ന എത്ര പേരാണല്ലോ ഗൈസ് യൂട്യൂബിലുള്ളത്. ഞാൻ നോക്കിയിട്ട് കണ്ണ് തള്ളിപ്പോയി. എന്തോരം പേരാണ് രാത്രി PUBG സ്ട്രീം ചെയ്യണം. അവരൊക്കെ ഭാവിയിൽ രക്ഷപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനൊന്നും രക്ഷപ്പെടാൻ പോകണില്ല ഗൈസ്. ഇങ്ങനെയൊക്കെ കളിച്ച് നോക്കണുണ്ട്. എല്ലാവരും രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഗൈസ് നമ്മൾ
സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംഭവങ്ങളൊക്കെ എടുക്കാം. ലൂട്ട് എടുക്കണം ഗൈസ്, കുറച്ച് ലൂട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കത്തി എന്താ സംഭവം ഗൈസ്? അതെനിക്ക് അറിയില്ല ഗൈസ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ബ്രോ പറഞ്ഞായിരുന്നു ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കിയിട്ട് വേണം. ആ ബ്രോയിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രോ ഞാൻ BGMI തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ കളിച്ചുള്ളൂ ഗൈസ്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ ബ്രോ. ഇമ്പ്രൂവ് ആക്കിയിട്ട് ഇടാം ബ്രോ. പക്ഷേ BGMI ഞാൻ കുറേ നേരം കളിച്ച് ബ്രോ. പക്ഷേ എനിക്ക് പറ്റണില്ല. BGMI കളിച്ചിട്ടേ ഫോണും ഹീറ്റാണ്. പിന്നെ ഹെഡ്സെറ്റ് ഇല്ല ബ്രോ. ഹെഡ്സെറ്റ് ഉണ്ട്, പക്ഷേ അത് വെക്കാൻ പറ്റില്ല ബ്രോ. വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെങ്ങാനും വന്നാൽ കേൾക്കില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനറിയില്ല ഫോണുള്ള കാര്യം. അപ്പം അച്ഛൻ എടുത്തുകൊണ്ട് പോകും, പിന്നെ തരില്ല, പിന്നെ എല്ലാം നിൽക്കും. അതുകൊണ്ട് ഹെഡ്സെറ്റൊന്നും വെച്ച് കളിക്കാൻ പറ്റില്ല. ഹെഡ്സെറ്റ് വെച്ച് കളിച്ചാൽ കുറച്ചും കൂടെ നല്ലോണം കളിക്കാൻ പറ്റും. ഇതൊന്നും ഇപ്പോൾ ഹെഡ്സെറ്റില്ലാണ്ടാണ് കളിക്കണത് നമ്മളൊക്കെ. എന്നിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് എനിമീസിനെ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബ്രോ ഗെയിം പ്ലേ ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇടാം ബ്രോ. വെയിറ്റ് ചെയ്യ് ബ്രോ. അൺസബ്സ്ക്രൈബ് ചെയ്തൊന്നും പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ നിൽക്ക് ബ്രോ. നമ്മൾ ജെൻഷൻ ഇമ്പാക്റ്റൊക്കെ ഇടുന്നുണ്ട്. ഗെയിം പ്ലേ വീഡിയോസ് ഇടും ബ്രോ. ഇനി നമ്മളങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടും. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടും. അപ്പം ബ്രോ നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബ്രോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ബ്രോയിനോട് പറയാനുള്ളത്. ഗെയിം പ്ലേ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഇടാം ബ്രോ. നമ്മൾ സെറ്റാക്കും. സെറ്റ് ചെയ്തിട്ട് നമ്മളിനി BGMയിലോട്ട് കയറുള്ളൂ. BGMI ഞാൻ യൂട്യൂബിൽ ഇടണമെങ്കിൽ തന്നെ ഞാൻ ഇനി അത് സെറ്റ് ചെയ്തിട്ടേ ബ്രോ ഇടുള്ളൂ. ഉറപ്പായിട്ടും നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഇടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്നെ കളിയാക്കി കൊല്ലും എല്ലാവരും. ഒരുത്തം വന്ന് തെറി വിളിച്ച് അതിനി അതുപോലത്തെ തെറികളൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട ബ്രോ. ഞാൻ BGM നിർത്തി ഇനി ജെൻഷൻ ഇമ്പാക്റ്റ് കളിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അടുത്ത് വല്ല എനിമീസ് ഉണ്ടാവും നോക്കാം. അടുത്ത എനിമീസ് ഉണ്ടാവും. തോക്കൊക്കെ എടുത്ത് കറങ്ങി നടക്കാം. പൈസ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത എനിമീസ് ഉണ്ട്. അതെനിക്കറിയില്ല. അടുത്ത എനിമീസ് ഉണ്ട്, നമുക്ക് പോയി നോക്കാം. അത്തിരി മത്തിന് ഞങ്ങളെ പാലും രാവിലെ കപ്പൽ ഊറഞ്ച് എല്ലാവരും മജ്ജത കണക്കിന് ആമിനി. അത്തിരി മത്തിന് ഞങ്ങളെ പാല് രാവിലെ കപ്പൽ ഊറഞ്ച് എല്ലാവരും മജ്ജത കണക്കിന് ആലിനി. യോ ഗായ്സ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മണിക്കുറ്റിയൊക്കെ BGMയിൽ വന്നു. സാധനം മണിക്കുറ്റി എനിക്ക് BGMയിൽ വന്നു ഗൈസ്. എൻ്റെ ടീമേറ്റ്സിന് മാത്രം എനിമീസിനെ കിട്ടും. എനിക്ക് മാത്രം ഒരു എനിമീനെ പോലും അടിക്കാൻ പറ്റില്ല. അതാണ് കോമഡി. ഒന്നെങ്കിൽ അവന്മാരെ അടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പോകും. ഇതേ അവിടെ ഒരുത്തുണ്ട്, അവനെ ഞാനിപ്പോൾ അടിക്കാൻ പോകുമ്പോഴത്തേക്കും അവനെ പെട്ടിയാക്കിന്ന്. ബോട്ടാണവൻ, അത് വേറെ കാര്യം. നമ്മൾ സിൽവർ അടിച്ച് സിൽവർ അടിക്കും. സിൽവറിൻ്റെ പൊക്കത്തേക്ക് എനിക്ക് കയറാൻ പറ്റണല്ലോ റാങ്ക് BGMയിൽ. എന്താണെന്നറിയില്ല. ഗോൾഡ് 1 സിൽവർ കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും ഇറങ്ങും. അങ്ങനെ ആയിപ്പോവും ഗൈസ്. അതുകൊണ്ട് ഞാൻ BGMI എനിക്ക് പ്രാന്തായി. നമ്മളിനി ജംഗ്ഷൻ ഇമ്പാക്റ്റിലേക്ക് മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഗൈസ് നമ്മുടെ വേറെ ഒരുത്തനെ അടിച്ചിട്ടുണ്ട്. നമ്മളെ തന്നെ ആളാണെന്ന് തോന്നുന്നു. ആളാണ്. ഞാനിവിടെ പുറത്ത് നടക്കണ ഗൈസ്. എനിമീസ് വല്ലതും ഉണ്ടാന്ന് നോക്കാം. മണ്ടരാണെന്ന് തോന്നണ ഞാൻ. ഒന്നുമില്ല എനിമീസ്. യോ ഗൈസ്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തോക്കൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കണേ. മഴയുടെ കൂടെ എന്നാൽ ഒന്നും കിട്ടില്ല. നമുക്ക് ഇപ്പുറത്തൊക്കെ പോയി ഒന്ന് ഓടി നോക്കാം. എനിമീസുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ. സായി പോപ്പി ബ്രോ. അണ്ണാനിയുടെ കൂടെ എനിക്ക് കളിക്കണം.
അന്നാനി അല്ല, സോറി, അണ്ണാനിയുടെ കൂടെ എനിക്ക് കളിക്കണം BGMI. ഗൈസ് എനിക്ക് ശബ്ദം കേൾക്കാം, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേന്ന്. അണ്ണാനിയുടെ കൂടെ BGMI കളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ കളി കൊണ്ട് അണ്ണാനിയുടെ അടുത്ത് പോയാൽ അണ്ണൻ തലയടിച്ച് പൊളിക്കും. നമ്മുടെ അണ്ണൻ്റെ കൂടെ ഒരു 1v1 എടുക്കാൻ പറ്റുമെന്നോ? നടക്കില്ലല്ലേ. എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ. മണ്ടനാണ് ഞാൻ. മണ്ടനല്ല. എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. അണ്ണൻ്റെ കൂടെ കളിക്കാൻ ഈ കളി കൊണ്ടൊക്കെ പോയാൽ അണ്ണൻ തലയടിച്ച് പൊളിക്കും നമ്മളെ. ബോട്ട് കളിയാണ്. ഞാൻ ബോട്ട് കളിയാണ് വയസ്സ്. നിങ്ങൾ പറ, ബോട്ട് കളിയാണോ അല്ലേ? ബോട്ട് കളിയാണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും. തെറി മാത്രം പറയുന്നാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. മാണിക്കുറ്റീനി. അയ്യോ ഗൈസ്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് പത്തിന് പത്തിൻ്റെ തെങ്ങനെ പാലുള്ളത് അതിൽ കപ്പൽ ഓറഞ്ച് അല്ലട്ട് മജ്ജത കണക്കിന്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയുടെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇവനുമായിട്ട് ഓട്ട മത്സരം വെച്ച് ആര് ജയിക്കുമോ അറിയില്ല ഗൈസ്. രണ്ടുപേർക്കും ഒരേ സ്പീഡാണ്. അവനെ എങ്ങനെയെങ്കിലും നിർത്തണം. ചാടിയൊക്കെ പോകാൻ നടക്കില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് വണ്ടി കയറട്ടെ. വണ്ടി കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ കളി മിക്കവാറും നമ്മൾ ഡിന്നർ അടിക്കും എന്നാണ് തോന്നുന്നത്. അത് 0 കില്ലാണെങ്കിൽ നമ്മൾ ഡിന്നർ അടിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എടാ അവൻ ഇടിച്ചിട്ടാ, എന്ത് കഷ്ടപ്പാടാണല്ലേ. അവൻ ഇടിച്ചിട്ട് ഇവൻ വണ്ടി എടുത്ത വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാത്തിനും ഇടിച്ചിട്ട് കൊല്ലാനാണ്. കള്ളപ്പന്നി. നമ്മൾ എക്സ്ട്രീമിലിട്ടാണെന്ന് തോന്നുന്നു ഗൈസ് കളിക്കുന്നത്. അതാണ് ഇത്ര ലാഗ്. നമ്മൾ അൾട്രയിലിട്ട് കളിക്കുമ്പോൾ ലാഗ് കുറച്ച് കുറയും കേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി. ഇനി നമുക്ക് പോവാം. എല്ലാ ടീമേറ്റ്സും 4 പേരും വണ്ടിയിലിരുന്ന് പോണേ. പാട്ടില്ലല്ലോ, പാട്ടൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താവുമെന്ന് അറിയില്ല. അവിടെ ഒരു വണ്ടി ഉണ്ട്, അതിനകത്ത് കയറണമെന്നുണ്ട്. പക്ഷെ ചാടിയ ഹെൽത്ത് കുറയും. അപ്പം ഗൈസ് പുറത്ത് തലയിട്ടേക്കണ ഒരുത്തൻ, അത് ഞാൻ തന്നെയാണ്. ഞാനല്ല ഗൈസ്, വേറെ ഒരുത്തനാണ്. അങ്ങോട്ടാണ് പോണേന്ന് തോന്നുന്നത് ഗൈസ്. കില്ലെടുക്കാൻ വേണ്ടി തലയും പുറത്തിട്ട് കഴുതേനെ പോലെ. ഇതൊന്നും ഫ്രീ ഫയറിലില്ലടാ. ഫ്രീ ഫയറിലില്ല. അതാണ് BGMIയിലോട്ട് വന്നത്. ലാഗ് ഉണ്ടാകും ഗൈസ്, കുറച്ച് ക്ഷമിക്കുക ഗൈസ്. ഇതെന്താ ഇങ്ങനെ ലാഗ് വന്നതെന്ന് അറിയില്ല. ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം അല്ല, ഫോണിൻ്റെ അറിയില്ല ഗൈസ്. അപ്പോൾ ലാഗ് പോയിട്ടുണ്ട് ഗൈസ്. ഒരുത്തൻ ലോക്കായിട്ടുണ്ട്. ഇവനെന്താ ഡ്രിഫ്റ്റ് ചെയ്ത് പോണ. മാസുണ്ട്. അവൻ പെട്ടിയാവുന്നു. അവനെ പെട്ടിയാക്കി. ഇത് ഇവിടെ നിന്നാ ഗൈസ് അടി തന്നെ. ഇവിടെ നിന്നോ നല്ല അടി തന്നെ ഉണ്ട്. ഇവനെ റീകോൾ ചെയ്യാൻ പോണെന്ന് തോന്നണല്ലോ ഇവിടെ. അപ്പോൾ ഗൈസ് അവനെ റീകോൾ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, എല്ലാവന്മാരും കൂടെ. ഇപ്പോഴാണ് ലോ ബാറ്ററി മോഡ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് റീകോൾ ചെയ്യാനായിട്ട്. ചാർജില്ല ഗൈസ് ഫോണിൽ. ഇപ്പം തീരും. ഇപ്പം എന്തായാലും തീരും ഗൈസ്, നമ്മൾ അറിയില്ല. അപ്പോൾ ഗൈസ് അവന് മണ്ടനാണ്. അവൻ കല്ലി കൊണ്ടിട്ട് ചെലുത്ത് കളയുക പൊട്ടൻ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അവൻ റീകോൾ ചെയ്തിട്ട് വരട്ടെ. അവനങ്ങനെ റീകോൾ ചെയ്യാനാണ്. ഞാനവിടെ മെഡിക്കറ്റ് അടിക്കുകയാണ്. മെഡ് അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാടിയിട്ടുണ്ട്. ഇനി അവനെ റീകോൾ ചെയ്യാം. യോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റീകോൾ അവനെ അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. നടക്കില്ല ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എനിമി ഉണ്ട്, അറിയാം. പൊക്കത്താണ് ഗൈസ് ഉള്ളത്. പൊക്കത്താണ്, സൈഡിലാണ്, എവിടെയാണെന്ന് അറിയില്ല. ആ സൈഡിലാണ് കയറി വരുമ്പോൾ. കൊള്ളാം. മിക്കവാറും ഞാൻ ചാവും, അതുകൊണ്ട് ഞാൻ പോയി. അവൻ കയറി അടിക്കും, അതുകൊണ്ട് അടി. ഞാൻ ലോക്കായി. എല്ലാവരും മൂഞ്ചിരിക്കണേ. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ടീമേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അവൻ മറ്റവനെ അടിച്ച് ലോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ റിവൈവ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ റിവൈവ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു സ്മോക്ക് ഇട്ടിട്ട് നമുക്ക് മെഡ് അടിക്കാം ഗൈസ്. യോ ഗൈസ്, അപ്പോൾ നമ്മൾ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റവനെ റിവൈവും ചെയ്യാനുണ്ട്. റിവൈവ് ചെയ്യണ ഗൈസ്, മെഡ് അടിക്കണല്ല. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഡ് അടിക്കാം. യോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്കൊരു വെള്ളം കൂടെ കുടിക്കാം. പെപ്സി കുടിക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഓടാം. ഇനി നമുക്ക് മറ്റവന്മാരെ അടിച്ചു കൊല്ലാം. ഒരുത്തൻ പെട്ടിയായി. അവനെ റിവൈവ് ചെയ്യാൻ പോവാം. അവനെ റീകോൾ ചെയ്യാൻ പോയേക്കണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവും റഷീദ്. ഇവിടെ 2 പേരുണ്ട്. അവന്മാർ പ്രോ പ്ലെയർ ആണെന്ന് ആയിസ് തോന്നുന്നത്. നമ്മളൊക്കെ വെറും ബോട്ട്. അവന്മാര് പ്രോയാണ്. അപ്പൊ നമ്മള് ടീമേറ്റിനെ റിവൈവ് അടിച്ചോണ്ടിരിക്കണാണ്, റീകോൾ ചെയ്യണേണ്. അപ്പൊ റീകോള് പോയിട്ടുണ്ട്, റീകോൾ ചെയ്തിട്ടുണ്ട് നമ്മളവനെ. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ മെഡിക്കിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കിറ്റ് അടിച്ച. അവനെ അടിച്ച് ലോക്കാക്കി. അവിടെ നിന്നാണ് അടിക്കണം അവന്മാര്. നമുക്കിപ്പോൾ ഇരുന്നിട്ട് അവിടെ ഉണ്ട് നൈഡ് വിൻ ചെയ്തിട്ട് ഇടാം. അപ്പത്തേക്ക് അവന് ഓടിക്കളഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് അവനെ അടിക്കാൻ സിമ്പിളായിട്ട്, പക്ഷെ അവനെ അടിച്ചാൽ അപ്പുറത്തുനിന്ന് അടിക്കും ഗൈസ്. നമുക്ക് കുനിഞ്ഞു പോയിട്ട് ഇവിടെ നിന്ന് ഒരു നൈറ്റ് വിൻ ചെയ്തിട്ട് ഇടാം ഗൈസ്. പണ്ടാലും അവന്മാർ ബോംബിട്ട്. അപ്പോൾ ഇനിയാണ് സിം കളി. അവനടിച്ചിട്ടിട്ടുണ്ട്. അവനെ നമുക്ക് ഇതാക്കണം. ഇവിടെ ഇങ്ങോട്ട് വേണം മുത്തേ. ഒരു സ്മോക്ക് ഇടാം, എന്നിട്ട് അവനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇപ്പോഴാണ് വീണ്ടും ലോപ്പർമോട്ട് അവനായി. അപ്പം ഗൈസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യോ ഗൈസ്, അപ്പം ഇവിടെ സ്മോക്ക് ഇട്ടുകൊണ്ട് അവന്മാർ കയറി വന്നാൽ നമുക്ക് അടിച്ചിടാം ഗൈസ്. അവന്മാർ റഷീദ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അവന്മാർ പുറത്തുനിന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആവും. താഴേക്ക് ഇറങ്ങി നോക്കില്ല, താഴേക്ക് ഇറങ്ങി നോക്കണം. അപ്പോൾ ഗൈസ് താഴേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണെങ്കിലും കാണുന്നില്ലല്ലോ, പുകയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നൈഡ് ഇട്ടെന്ന് തോന്നണം ഗൈസ്. 2 പേരും നൈഡ് ഇട്ട്. ഞാൻ മാത്രമാണോ? അങ്ങനെ എല്ലാരും തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതോടുകൂടി നമ്മുടെ BGMI കളി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ റാങ്കും കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ദിവസം മൊത്തം ജംഗ്ഷൻ ബാറ്റ് ആയിരിക്കും കളിക്കുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് നല്ലൊരു ഗെയിം ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ ഇസ്മി അനീഷ് സൈനിങ് ഔട്ട്. അപ്പൊ നാളെ കാണാം. ബൂം.